46. 6:46 ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുക്കാന്നാല് അസ്തമിക്കും. അസ്തമിക്കൊരുക്കും അതാണ്ട പാട്. അതൊക്കെ തന്നെ കിട്ടുള്ളൂ അഭിയന്മാരെ. ഉറപ്പൊന്നും കിട്ടണ ഒരു കണക്കും ഇക്കാലം വരെ വന്നിട്ടില്ല. എവിടുന്നാണ് ആ സാധനം എവിടെയാണ് പൊന്തുന്നത്? എത്ര 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 അനുഭവങ്ങളാണ് നമുക്കുള്ളത്. ഒരു കലണ്ടർ നോക്കിയാൽ 46, ഒരു കലണ്ടറിൽ 47, ഒരു കലണ്ടറിൽ 49. അതെന്നെ കണക്ക് കൊണ്ട് അങ്ങനെ കിട്ടൂ. ചില ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ തള്ളി ഒഴിവാക്കി ആയിരിക്കും അധിക കണക്കുകളും തരാം. ഈ ലോകരിതം തന്നെ വന്നിട്ടും ഒരു യഖീൻ കിട്ടുമെന്ന് ഒരു നിലക്കും പറയാൻ കഴിയില്ല. നാം മനസ്സിലാക്കണം, ഈ കലണ്ടറുകൾ വെച്ചിട്ട് ആണ് ബാങ്ക് കൊടുക്കുന്നത്, അസ്തമാനം കണ്ടിട്ടല്ല. ഇപ്പോഴേക്കും നോമ്പ് തുറക്കുന്ന ഒരു സ്വഭാവം നമ്മൾ നിർത്തണം. അത് നമ്മൾ നിർത്തണം. അതൊരിക്കലും പാടില്ല, അനുവദനീയമാണ്. വിശ്വാസപ്പെട്ട വഹാബിന് ബാങ്ക് കേട്ടാൽ നോമ്പ് തുറക്കൽ ഹറാമാണ്. കാരണം സംശയത്തോടുകൂടെ നോമ്പ് തുറക്കൽ ഹറാമാണ്. നാസർക്ക് തന്നെ തുറന്നാളെ അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടം നോമ്പ് തുറക്കുന്നവർക്കാണ്. നാസറുക്കേറ്റാണ് തുറന്നാളെ നോമ്പ് തുറക്കുന്നവരുടെ ഭർത്താവിന് ഇഷ്ടം. പിശാചിന്റെ ദുർബോധനത്തിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ വഹാബിന്റെ ബാങ്ക് കേട്ടാ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ നോമ്പ് തുറക്കാൻ ടൈം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു മുഖദ്ദിമത്തുൽ ഇഫ്താറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ സുന്നിപ്പള്ളിക്കെന്ന് കേട്ടാൽ നോമ്പ് തുറക്കാൻ അനുവദനീയമായിട്ടുണ്ട്. അത് സുന്നത്തൊന്നും ആയിട്ടില്ല. കുറച്ചൊരു 1, 2, 3 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കാൻ സുന്നത്തായിട്ടുണ്ട്. പിന്നെയും നോമ്പ് തുറക്കുന്നത് പിന്തിക്കുന്നത് കറാഹത്താകുന്നു. അപ്പൊ ഹറാമായ നോമ്പ് തുറയുണ്ട്, അനുവദനീയമായ നോമ്പ് തുറയുണ്ട്, സുന്നത്തായ നോമ്പ് തുറയുണ്ട്, കറാഹത്തായ നോമ്പ് തുറയുമുണ്ട്. ഇതിൽ നിന്ന് സുന്നത്തായ നോമ്പ് തുറക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഒരു പ്രശ്നവുമില്ല. ബാങ്ക് കേൾക്കുമ്പോ അതിനൊക്കെ ഉത്തരം നൽകി എല്ലാം മട്ടത്തിൽ ചെയ്ത് എന്നിട്ട് അതിന്റെ ദ്വായൊക്കെ ദ്വാർന്ന് ഒരായത്തുൽ കുർസിയൊക്കെ ഓതി എന്നിട്ട് നോമ്പറക്കാൻ യഖീന് കിട്ടും. നമ്മുടെ ഔഫിയ മസ്ജിദിൽ പകരയിലെ ഞങ്ങളെ പള്ളിയില് ഇമാമത്തിൽ നിന്ന് തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞു, തങ്ങൾ പാപ്പ വാച്ച് ഉറൂബിനൊപ്പിച്ചിട്ട് അസ്തമാനം നോക്കി വാച്ച് ശരിയാക്കിയിരുന്ന ആളെയാണ്. താനൂർക്ക് കാണുമല്ലോ, കടല് കാണും ഇവിടുന്ന് 5000 എത്തും. അപ്പൊ തങ്ങളാപ്പ എന്നോട് പറയാൻ, ഒരു റമദാനിക്ക് ഞാൻ ബാങ്ക് കലണ്ടർ പ്രകാരം എന്ത് ചെയ്തു ഉള്ള ടൈമിനനുസരിച്ച് ഞാന് 5000 നിന്ന് തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞതാ, സുബ്ഹാനല്ലാഹ്, ഇവിടുത്തെ മുഴുവൻ ബാങ്കും കേൾക്കുമല്ലോ 5000 ഈ ബാങ്കുകളൊക്കെ അലക്കുന്ന സൂര്യൻ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട് ചക്രവാളത്തിന്റെ മുകളിൽ. എല്ലാരെ നോമ്പും കൊല്ലത്തല്ലേ? ആരാണ് ചെയ്തത്? അറിയാതെ പെട്ടുപോയത് കൊണ്ട് കുറ്റം കിട്ടും തോന്നുന്നില്ല. ഏതായിരുന്നാലും ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ 6:46 അസ്തമാനമെങ്കിൽ ഒരാള് 50 തുറന്നത്, ഒരാൾ 7 തുറന്നത്. അയച്ചിട്ട് അയാളെ നോമ്പ് നീളുന്നിട്ടാരും മനസ്സിലാക്കണ്ട. നോമ്പ് വെള്ളം കുടിക്കാതെ തന്നെ നോമ്പ് കഴിഞ്ഞു, കാരക്ക തിന്നാതെ തന്നെ നോമ്പ് കഴിഞ്ഞു. അസ്തമാനം അവിടെ നടന്നാൽ നമ്മുടെ നോമ്പ് കഴിഞ്ഞു. കുറച്ച് നീണ്ട നോമ്പൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ മനസ്സിലാക്കണ്ട. നോമ്പ് തുറക്കൽ സുന്നത്താണെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ മുമ്പ്. ഒരാൾ 7 മണിക്കാണ് തുറന്നത്, ഒരാൾ 8 മണിക്കാണ് തുറന്നത്. അതുവരെ അവന്റെ നോമ്പ് നിലനിൽക്കുകയില്ല. അസ്തമാനത്തോടുകൂടെ നോമ്പ് കഴിഞ്ഞു. നോമ്പ് അസ്തമാനത്തോടുകൂടെ കഴിഞ്ഞു. അപ്പൊ നീണ്ട നോമ്പില്ല. രാത്രി ഒരാൾ നിയ്യത്ത് വെച്ച് രാത്രി 1 നോമ്പ് പറ്റാലും നോമ്പാകൂല. അത് ഹറാമുമാണ്.